ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ വറുക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. കോഴി പൊരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ കോഴി പൊരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. പൊടി ഇടും, ലേശം മഞ്ഞൾപ്പൊടി ഇടും, കുരുമുളക് പൊടി, നല്ലപോലെ കുരുമുളക് പൊടി, ഇനി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ തിരുമ്പി ചേർക്കുക. ഞാൻ ഈ കഷ്ണമൊക്കെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മസാലയും ഉപ്പുമൊക്കെ പിടിക്കണമല്ലോ. നമുക്ക് മസാല ഇടണേ. നല്ല മസാല, അതായത് പെരുംജീരകം മാത്രം പൊടിച്ച് വെച്ചേക്കണം കേട്ടോ. അതിട്ട് ഒരു ലേശം കറിവേപ്പില ഇടാം. ലേശം കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് കുക്കറിനകത്ത് വരും. വീണ്ടും മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇളക്കുക കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിനും പിടിക്കണമല്ലോ. അല്ലാതെ ഈ പീസ് ഇങ്ങനെ അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് ചോരമയം പോലെ ഇരിക്കും. അത് കൊള്ളില്ല. അതിവിടെ ഒരു പ്രാവശ്യം വറുത്തിട്ട് ചോരമയം എൻ്റെ മക്കളൊക്കെ അതിർക്കി കളഞ്ഞു. അപ്പം ഇതൊന്ന് നമ്മൾ കുക്കറിനകത്ത് വെച്ച് ഒരൊറ്റ വിസിൽ കൊടുക്കുക. വിസിൽ കൊടുത്ത് തണുത്ത് കഴിയുമ്പോൾ എണ്ണയിൽ നമ്മൾ ഇത് പൊരിച്ചെടുക്കും. പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പൊരിക്കാൻ നേരത്തിന് ബാക്കി കുക്കറിനകത്ത് വെക്കാം. ഒരു തുണ്ട് വെള്ളം ഒഴിക്കണം. ചിലപ്പം വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞാലും ഒരു തുണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇത് ഇതിൻ്റെ കറണ്ട് പോയതാണ്. കത്തുന്ന ബൾബുണ്ട്. നമുക്കൊന്ന് അടിച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മൾ കുക്കർ അടയ്ക്കുകയാണേ. കുക്കർ അടച്ചിട്ട് എൻ്റെ കുക്കറിന് എന്തോ ഒരു വിഷയമുണ്ടെന്ന് തല്ലിയില്ലെങ്കിൽ അത് റെഡിയാവില്ല. വിസിൽ വരാൻ താമസമുണ്ട്. പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് അത് വെക്കാം. എൻ്റെ ഗ്യാസിൻ്റെ ലൈറ്റർ പോയി. അപ്പം തീപ്പെട്ടി വെച്ച് വെക്കണം. എന്നാൽ ശരി, ഞാൻ ഇത് വെക്കുകയാണേ. ബാക്കി പിന്നെ കാണിച്ചു തരാം. ചിക്കൻ വെന്ത് ഇങ്ങനായി. ഇനി നമുക്കിത് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നമ്മുടെ ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് ഇതേ 2 കാലും 2 കൈയും പിന്നെ ഒരു 3-4 കഷ്ണമുണ്ട്. ഉച്ചക്കത്തെ ചോറിനാട്ടോ. ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നമുക്കിത് അങ്ങോട്ട് ഇടാം. മേലിൽ കിടക്കുന്ന പൊളിക്കില്ലേ. അപ്പൊ നമുക്കത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മുഴുവനാക്കാം. അപ്പം നമ്മളിങ്ങനെ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഔട്ട്പുട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി ഒരു ഐറ്റമാണ്. നല്ല ചൂട്, അതിൻ്റെ ഉള്ളിൽ ആ ക്രിസ്പി എല്ലാം കൂടി പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.